ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നല്ലോ 2 ദിവസം. ഇന്ന് മഴയ്ക്ക് ചെറുതായിട്ടൊരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, ചെറിയൊരു വിഷമമാണ്. ഒന്നുണ്ടായിട്ടില്ല, മുറ്റം നിറയെ വെള്ളവും ചെളിയും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ടുള്ള സങ്കടങ്ങളാണ് കേട്ടോ. മഴ പെയ്യുന്നതും കാണുന്നതൊക്കെ ഇഷ്ടമാണ്. നല്ല മീനും ഒക്കെ ഉണ്ടാവും നമ്മൾ ചുറ്റുഭാഗത്തോട്ടോ, തോടും പാടങ്ങളൊക്കെ ആയ കാരണം. പക്ഷേ നമ്മളെ ചെടികളൊക്കെ വെള്ളം ഇങ്ങനെ തോറും വാടി തളർന്ന് പോകും കേട്ടോ. ഇങ്ങനെ ആകെ വാടി കുഴഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇനി അടുത്ത വേനൽക്കാലത്ത് ഇതൊക്കെ ഇനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാലത്ത് തന്നെ മക്കൾസിന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം അതിൻ്റെ കൂടെ തന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ മുറിക്കുകയാണ് കേട്ടോ. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഉപ്പേരിക്ക് മുറിക്കലും അതിൻ്റെ കൂടെ അടിച്ചു വാരലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ നിൽക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടുക്കള ഭാഗത്ത് അത്ര ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അത് നല്ല ഇറിട്ടാണ്. അപ്പോൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ അതാണ് കേട്ടോ. റൂം നിറയെ ഡ്രസ്സ് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ തിരുമ്പിട്ടിരിക്കുകയാണ്. അയലായാലും എല്ലായിടത്തും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെയിലെറിച്ചപ്പോൾ എന്തായാലും വേണ്ടില്ല, അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കണമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പം മോൾക്ക് ഇതാ പയറുപ്പേരി പറ്റില്ല, അപ്പോൾ അവൾക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടും മറ്റാൾക്ക് ഉപ്പേരിയാണ് കേട്ടോ. 2 മക്കൾസുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. 2 ആൾക്കും വേറെ വേറെയാണ്. ഒരാൾക്ക് ദോശ പറ്റുള്ളൂ, ഒരാൾക്ക് ദോശ പറ്റില്ല കേട്ടോ. ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ വേണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ ഒരുവിധം പണി ഇങ്ങനെ ഒതുങ്ങി വരുമ്പോഴത്തേന് മക്കൾസ് മദ്രസ വിട്ട് വന്നു കേട്ടോ. 8 മണിയാകുമ്പോഴത്തേന് മക്കൾസ് മദ്രസ വിട്ട് വരും. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ട് മറ്റാൾ ബാക്കിൽ ഇരിക്കലാട്ടോ. അന്ന് മറ്റാളെ ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ചെല്ലാനുള്ളത് ചെയ്യില്ല കേട്ടോ. ഉസ്താദ്മാർ പറഞ്ഞു കൊടുത്തിട്ടേ. അപ്പോൾ എന്നും ചിലപ്പോൾ മറന്നിട്ട് ഉമ്മച്ചിയെ വിളിച്ചിട്ട് ഓടി സലാം പറഞ്ഞിട്ട് ഓടി വരും. ഇന്നെന്തോ പുറത്ത് നിന്നിട്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെല്ലുന്നിട്ട് ഓടി വരാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവരെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ മുറ്റടിക്കാണ്ട് തുടക്കാണ്ട്. ചില ദിവസങ്ങൾ ഞാൻ തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ അവരെ കൊണ്ടാക്കാൻ പോയി വരുമ്പോഴത്തേന് ഒരുപാട് ടൈമാവും. അപ്പോൾ കുടിവെള്ളം വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലക്കാനുള്ളത് പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ ചാൻസ് കൊണ്ട് അതും ഇതൊക്കെ ചെയ്ത് കൂട്ടും കേട്ടോ. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടൊക്കെ ഇങ്ങനെ പോവും. വരുമ്പോഴത്തേന് ചിലപ്പം കെട്ടറിയിട്ടുണ്ടാവും. ചില നമ്മൾ ഇടവഴി ഭാഗത്തേക്കൊന്നും വണ്ടി വരാത്ത കാരണം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരുമ്പിയത് കുറേ ഇന്നലത്തെ മിനിയാനത്തൊക്കെ ഉണക്കാണ്ടായിരുന്നു, അകത്തൊക്കെ കൊണ്ടുവന്നിട്ടതേ. പിന്നെ പോലെ ആയിരിക്കും ചില വീട്ടമ്മമാർ താത്താരൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണേ. കിട്ടിയ ഒരു വെയിൽ തെറിക്കുമ്പോഴത്തേനും എല്ലാം പുറത്ത് കൊണ്ടുപോയിടുക, കഴുകുക, ഒതുക്കുക, എടുത്തേക്കുക. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്ടമില്ല കേട്ടോ. കാരണം അയൽമത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ കുഞ്ഞു വീടല്ലേ. എങ്കിലും വാടക വീടായാലും ഇവിടെ ഈ വെള്ളക്കെട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു സങ്കടം കേട്ടോ. നമുക്കൊരു വീടില്ലല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ചോറൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കട വാർപ്പയായിരുന്നു കേട്ടോ എൻ്റെ ആങ്ങളുടെ. അപ്പോൾ അവിടുന്ന് കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ചൂടാക്കി തിന്ന്. മക്കൾസിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വിളിക്കാൻ വന്ന കേട്ടോ. കണ്ട് അങ്ങനെ നമ്മൾ മക്കൾസിനെയും കൂട്ടിയിട്ട് ഇവിടുത്തെ ഒരു കുളം കാണാൻ വേണ്ടി വന്നിക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളെ കണ്ണംകുളം എന്നറിയിട്ടോ. ആദ്യമൊക്കെ ഞാൻ മദ്രസയിൽ കുട്ടികളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ്, നല്ല മീനും ആമ്പലും പിന്നെ കിളികളും എല്ലാം കാണാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.